അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുന്നി വിദ്യാഭ്യാസ ബോർഡ് മദ്രസയിലെ +2 മോഡൽ ക്വസ്റ്റ്യൻ ഒന്ന് പരിശോധിക്കാം. ഫിഖ്ഹിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ, ആലിമു തുല്ലാബ്. കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക. 1. അഫ്ദലുൽ ബിലാദ്, ഏറ്റവും ശ്രേഷ്ഠമായ നാട്. മദീന, മക്ക, ബൈത്തുൽ മുഖദ്ദസ്. മക്കയാണ് ശരി ഉത്തരം. 2. അല്ലാഹു തആല ഹറാമാക്കിയ ഇടപാട്. ബൈഅ്, ഖർദ്, റിബ. റിബയാണ് അതിൽ ശരി ഉത്തരം. റിബ എന്ന് പറഞ്ഞാൽ പലിശ. 3. നുസുക്ക് എന്നുകൊണ്ടുള്ള ഉദ്ദേശം. ഹജ്ജ്, ഉംറ. അൽ ഹജ്ജു വൽ ഉംറ. അൽ ഹജ്ജു വൽ ഉംറ, ഹജ്ജും ഉംറയും എന്നതാണ് അതിൻ്റെ ശരി ഉത്തരം. 4. അഫ്ദലു ദുആ, ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദുആ ഏതാണ്? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. അൽഹംദുലില്ലാഹ് എന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. 5. ഹുക്മു ഖിറാഅത്തിൽ ഖുർആൻ ബിൽ ഖൽബി ലിൽ ജുനുബി, ഹൃദയം കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യൽ ജനാബത്തുകാരൻ. അതിൻ്റെ വിധി എന്താ? ജായിസ്, ഹറാമ്, കറാഹത്ത്. ജായിസ്, അനുവദനീയമാണ്. 6. ഹജ്ജിൻ്റെ റുക്കനുകളിൽ പെട്ടതാണ് വുഖൂഫും ബി അറഫ, വുഖൂഫും ബി നമിറ, വുഖൂഫും ബി മുസ്ദലിഫ. അറഫയിൽ നിൽക്കലാണ് ശരി ഉത്തരം. ചേരുംപടി ചേർക്കുക. 7. ഹിലഖു ദിക്ർ, ദിക്റിൻ്റെ സദസ്സ്. ഡി. റിയാദുൽ ജന്ന, സ്വർഗത്തോപ്പാണ്. 8. സഖാലത്തുൽ ഖുലൂബ്, ഹൃദയങ്ങളുടെ തെളിച്ചം, വെളിച്ചം. ദിക്റുല്ലാഹ്, അള്ളാഹുവിൻ്റെ ദിക്റാണ്. 9. അദ്ദുആഉ, മുഖുൽ ഇബാദ, ഇബാദത്തിൻ്റെ സത്ത ദുആ ആണ്. 10. ദുഖൂലുൽ മക്ക, മക്കയിൽ പ്രവേശിച്ചാൽ. ബി. തവാഫ് ഖുദൂം, ഖുദൂമിൻ്റെ തവാഫാണ് ചെയ്യുന്നത്. 11. അൽ റിബ, പലിശ. ഡി. സി. അഖ്ദുൻ ളാർ, ബുദ്ധിമുട്ടായ ഇടപാടാണ്. പൂരിപ്പിക്കുക. 12. പലിശ മനുഷ്യനിൽ സ്നേഹത്തിന് പകരം ഡാഷ് വളർത്തും, വിദ്വേഷം വളർത്തും. 13. ഒരാൾ മക്കയോട് വിട പറയുമ്പോൾ ചെയ്യുന്ന തവാഫ് ഡാഷ് എന്ന് പറയുന്നു, തവാഫുൽ വിദാഅ് എന്ന് പറയുന്നു. 14. അവിശ്വാസികൾ പലിശ ഡാഷ് പോലെയാണെന്ന് അവകാശപ്പെടുന്നു, കച്ചവടം പോലെയാണെന്ന് അവകാശപ്പെടുന്നു. 15. ആദം നബി അലൈഹിസ്സലാം ഇന്ത്യയിൽ നിന്നും നടന്നുപോയി ഡാഷ് പ്രാവശ്യം ഹജ്ജ് ചെയ്തു, 40 പ്രാവശ്യം ഹജ്ജ് ചെയ്തു. 16. കുല്ലും റിഇൻ ദീ ബാലിൻ ലാ യുബ്ദഉ ഫീഹി ഡാഷ് വഹുവ അഖ്തഅ, ബി അൽഹംദുലില്ലാ വഹുവ അഖ്തഅ. അൽഹംദുലില്ലാ കൊണ്ട് തുടങ്ങാത്ത ഏതു കാര്യവും വഹുവ അഖ്തഅ, അത് ബറക്കത്ത് കുറഞ്ഞതാണ്. 17. ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമ ശഫീഅൻ ലി അസ്ഹാബിഹി, നിങ്ങൾ ഖുർആൻ ഓതുക, ഖുർആൻ ഓതിയവർക്ക് അത് ശുപാർശയായി ഖിയാമത്ത് നാളിൽ വരുന്നതാണ്, ശുപാർശകനായി വരുന്നതാണ്. ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 18. ദിക്ർ, ദുആഉകൾ കുറയുന്നത് ആരുടെ ശീലമാണ്? മുനാഫിഖിൻ്റെ. 19. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരുടെ പലിശയാണ് ആദ്യം ദുർബലപ്പെടുത്തിയത്? അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ. 20. പകലിൽ ഖുർആൻ ഓതുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമായ സമയം ഏത്? സുബ്ഹി നിസ്കാരത്തിന് ശേഷം. 21. ഹജ്ജിൽ ഏതു കാര്യങ്ങൾ നഷ്ടപ്പെട്ടാലാണ് അറവ് കൊണ്ട് പരിഹരിക്കപ്പെടുന്നത്? വാജിബാത്തുകൾ. 22. ഒരു മുസ്ലിം ദിവസവും പതിവാക്കേണ്ട ഒരു സൂറത്തിൻ്റെ പേര് എഴുതുക. യാസീൻ. 23. ഹജ്ജിൽ ഉള്ളതും ഉംറയിൽ ഇല്ലാത്തതുമായ റുക്ന് ഏത്? അറഫയിൽ നിൽക്കൽ. ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. 24. എല്ലാ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷവും ഓതൽ സുന്നത്തായ 4 സൂറത്തുകൾ ഏതെല്ലാം? ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈൻ. 25. നാവിന് ഭാരം കുറഞ്ഞതും മീസാനിൽ ഭാരം കൂടുതലുമുള്ള 2 കലിമത്തുകൾ ഏവ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. 26. റിബൽ ഫദ്ൽ എന്നാൽ എന്ത്? കൈമാറ്റം ചെയ്യപ്പെടുന്ന രണ്ടാലൊരു വസ്തു അധികമാവൽ കൊണ്ടുണ്ടാവുന്ന മിച്ചപ്പലിശ.
27 ഹജ്ജിന്റെ വാജിബാത്തുകളും അർക്കാനുകളും തമ്മിലുള്ള വ്യത്യാസം എന്ത്? റുക്കനുകളിൽ ഒന്നും തന്നെ അറവ് കൊണ്ട് പരിഹരിക്കപ്പെടുന്നതല്ല. വാജിബാത്തുകൾ അറവ് കൊണ്ട് പരിഹരിക്കപ്പെടുന്നതാണ്. 28 ദുആ ചെയ്യുന്നതിന് മഹത്വമുള്ള ദിനങ്ങളിൽ 2 എഴുതുക. അറഫാ ദിനം, റമദാൻ ദിവസങ്ങൾ. 29 ഹജ്ജിന്റെ ഭാഗമായി ദിവസവും 3 ജംറകളെയും എറിയേണ്ടത് ഏത് ദിവസങ്ങളിലാണ്? അയ്യാമുത്ത് ശരീഖിന്റെ രാവുകളിൽ. 30 പലിശ 4 വിധമുണ്ട്, അവയുടെ പേരുകൾ എഴുതുക. റിബൽ ഫദ്ല്, റിബൽ യദ്, റിബൽ നസാ, റിബൽ ഖർദ്. 31 അല്ലാഹു തആലയുടെ അടിമകളിൽ അന്ത്യനാളിൽ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ളത് ആരാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്? അള്ളാഹുവിന് ധാരാളമായി ദിക്ർ ചൊല്ലുന്ന പുരുഷന്മാരും സ്ത്രീകളും. 5 വരിയിൽ കുറയാതെ ഉമന്യസിക്കുക. 32 പലിശ നിരോധനത്തെക്കുറിച്ച് ഖുർആൻ സ്വീകരിച്ച 4 ഘട്ടങ്ങൾ. 1 പലിശ ഉപേക്ഷിക്കാനും സ്വതക്ക നൽകാനും പ്രേരിപ്പിക്കൽ. 2 വ്യക്തമായി പറയാതെ സൂചന നൽകൽ. 3 അങ്ങേയറ്റവും മോശവും കഠിനവുമായ പലിശ നിരോധിക്കൽ. 4 യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വദറൂ മാ ബഖിയ എന്ന പറയുന്ന ആയത്ത്, ആ ആയത്തിലൂടെ പൂർണ്ണമായും നിഷിദ്ധമാക്കൽ. 33 ഖുർആൻ പാരായണം. ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ ഖുർആൻ ആകുന്നു. ഖുർആൻ പാരായണം ഏറ്റവും ശ്രേഷ്ഠമായ വിവാദത്തിൽപ്പെട്ടതാകുന്നു. അതിന് വലിയ കൂലിയും മഹത്തായ പ്രതിഫലവുമുണ്ട്. അല്ലാഹു തആല പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്യുകയും നിസ്കാരം നിലനിർത്തുകയും നാം നൽകിയ സമ്പത്തിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവാക്കുകയും ചെയ്യുന്നവർക്ക് ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത കച്ചവടത്തെയാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലാഹു തആല അവർക്ക് പൂർണ്ണമായ കൂലി നൽകുകയും അവൻ്റെ ഔദാര്യത്തെ അധികരിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അള്ളാഹു പൊറുക്കുന്നവനും നന്ദിയുള്ളവനുമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക. നിശ്ചയം ഖുർആൻ അതിൻ്റെ ആളുകൾക്ക് ശുപാർശകനായി അന്ത്യനാളിൽ വരുന്നതാണ്. അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ നിന്ന് ഒരക്ഷരം ഓതിയാൽ അതിന് ഉത്തമമായ പ്രതിഫലമുണ്ട്. ഒരു കൂലി 10 ഇരട്ടിയാകുന്നു. അലിഫ് ലാം മീം എന്ന ഹർഫാണ് ഞാൻ പറയുന്നില്ല, ഒരു ഹർഫാണെന്ന് ഞാൻ പറയുന്നില്ല. അലിഫ് ഒരു ഹർഫാണ്, ലാം ഒരു ഹർഫാണ്, മീം ഒരു ഹർഫാണ്. അങ്ങനെ ഖുർആൻ ആ പാഠത്തിൽ പറഞ്ഞ ഖുർആൻ്റെ മഹത്വങ്ങളൊക്കെ, ഖുർആൻ പാരായണത്തിൻ്റെ മഹത്വങ്ങളൊക്കെ എഴുതി കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.